നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 3 സംസ്ഥാനങ്ങളിലായി 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരുന്നു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയോജക മണ്ഡലം, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഡാറ്റിയ നിയോജക മണ്ഡലം, ബീഹാറിലെ ബങ്കിപ്പൂർ നിയോജക മണ്ഡലം എന്നിങ്ങനെ 3 മണ്ഡലങ്ങൾ, 3 അസംബ്ലി മണ്ഡലങ്ങളിലാണ് 3 മണ്ഡലങ്ങളിലാണ് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലടക്കം മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അതിലേറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ബങ്കിപ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ്. ബങ്കിപ്പൂരിൽ BJPയെ ഞെട്ടിച്ചുകൊണ്ട് BJPയുടെ ഉരുക്കുകോട്ടയായ മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ എന്ന ജൻസൂരജ് പാർട്ടി എന്ന പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബങ്കിപ്പൂരിലൂടെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതാണ്ട് 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥിയെ ഈ പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും പാറ്റകളുടെ സമരമൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെൻസി ഇഫക്റ്റ് എന്ന രീതിയിലാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് BJPയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ജെൻസി ഇഫക്റ്റിൽ ബങ്കിപ്പൂർ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ ഏതാണ്ട് 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി, അതായത് ഒരു പുതിയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോൽപ്പിച്ചിരിക്കുന്നു എന്ന ആഖ്യാനമാണ് കേരളത്തിലടക്കം മാധ്യമങ്ങൾ നൽകി വരുന്നത്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ നിയോജക മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്ന് പരിശോധിക്കാം. അതായത് ഗുജറാത്തിലെ ഈ മഞ്ചൽപൂർ നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു, അവിടെ വിജയിച്ചത് BJP ആണ്. അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന യോഗേഷ് പട്ടേലിൻ്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. യോഗേഷ് പട്ടേൽ BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. BJPയുടെ ഒരു ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അവിടെ എന്തുകൊണ്ട് ജെൻസി ഇഫക്റ്റ് എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയമായി സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഗുജറാത്താണ്, പ്രത്യേകിച്ചും ഈ മഞ്ചൽപൂരിൽ അത് BJPയുടെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയാണ് BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നത്, സ്വാഭാവികമാണ്. മറ്റൊരു മണ്ഡലം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ ഡാറ്റിയ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലം കൂടിയാണത്. കോൺഗ്രസ് ആണ് ഭൂരിഭാഗം തെരഞ്ഞെടുപ്പുകളിലും അവിടെ വിജയിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും അവിടെ വിജയിച്ചിട്ടുണ്ട്. BJP 2018-ൽ BJPയുടെ MLA അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലം കൂടിയാണ് മധ്യപ്രദേശ്. മൂന്നാമത്തത് ബീഹാറാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ പറയുന്ന മധ്യപ്രദേശിലെ ഡാറ്റിയ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന MLA രാജേന്ദ്ര ഭാരതി, അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ആണ്. അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ 2015-ലോ മറ്റോ രജിസ്റ്റർ ചെയ്ത ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതി ഇദ്ദേഹത്തെ 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. നമുക്കറിയാം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ MLA സ്ഥാനവും MP സ്ഥാനവും ഒക്കെ പോകും. അങ്ങനെ അയോഗ്യനാക്കപ്പെടുന്നു. അതിനുശേഷമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. ആദ്യം ഗുജറാത്തിലേത് ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ സിറ്റിംഗ് MLAയുടെ മരണമായിരുന്നുവെങ്കിൽ മധ്യപ്രദേശിലേത് അയോഗ്യതയായിരുന്നു. ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് നമുക്കറിയാം. BJPയുടെ ദേശീയ അധ്യക്ഷനായി മാറി നിതിൻ നബീൻ അവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ മന്ത്രി കൂടിയായിരുന്നു, ബീഹാറിലെ മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം ദേശീയ അധ്യക്ഷനായി മാറുന്നു. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് BJPയുടെ പ്രത്യേകിച്ചുമൊക്കെ എത്തുമ്പോൾ തീർച്ചയായും ഈ MLA പദവി അതുപോലെ തന്നെ മന്ത്രിസ്ഥാനമൊന്നും വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നു. അവിടെ നിന്നും രാജ്യസഭയിലേക്കാണ് പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിതിൻ നബീൻ്റെ മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ ഒഴിവ് വന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയൊരു യുവ നേതാവിനെ ഇറക്കി BJP അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. പക്ഷേ BJPയെ ഞെട്ടിച്ചുകൊണ്ട് ജൻസൂരജ് പാർട്ടിയുടെ അധ്യക്ഷനായ പ്രശാന്ത് കിഷോർ, അദ്ദേഹം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റൊക്കെയാണ്. അദ്ദേഹമാണ് അവിടെ 20,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു വരുന്നത്. ഇതാണ് 3 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബന്ദിപ്പൂർ എന്ന് പറഞ്ഞാൽ BJPക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താൻ കാരണം നമുക്കറിയാം. ബങ്കിപ്പൂർ BJPയുടെ ഉരുക്ക് കോട്ടയാണ്. 1995 മുതൽ തന്നെ BJP സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ബങ്കിപ്പൂർ എന്ന് പറയുന്നത്. ബങ്കിപ്പൂർ മുൻകാലങ്ങളിൽ, അതായത് 2010-ന് മുമ്പ് അറിയപ്പെടുന്നത് പട്ന വെസ്റ്റ് എന്ന് പറയുന്ന ഒരു മണ്ഡലം, അല്ലെങ്കിൽ പട്ന വെസ്റ്റ് ആണ് പിന്നീട് ബങ്കിപ്പൂരായിട്ട് മാറിയത്. വളരെ പഴക്കമുള്ള മണ്ഡലമാണ്. 1957-ലാണ് പട്ന വെസ്റ്റ് മണ്ഡലം രൂപം കൊള്ളുന്നത്. ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ
രാം ശരൺ സാവോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാം ശരൺ സാവോ ആണ് ഈ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി പിടിക്കുന്നത്. 1962 തെരഞ്ഞെടുപ്പിൽ കൃഷ്ണബല്ല ഷഹായ് ഈ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നിലനിർത്തുന്നു. പക്ഷേ 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ ജൻക്രാന്തി ദൾ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കൈവിടുന്നു. മഹാമായ പ്രസാദ് സിംഹയാണ് ഈ മണ്ഡലം ജൻക്രാന്തി ദളിന് വേണ്ടി പിടിച്ചെടുക്കുന്നത്. പക്ഷേ 1969 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത് ഈ മണ്ഡലം പിടിച്ചെടുക്കുകയാണ്. ആ പാർട്ടി AK-സെൻ, CPIക്ക് വേണ്ടി AK-സെൻ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. 72 CPIക്ക് വേണ്ടി തന്നെ സുനിൽ മുഖർജി ആ മണ്ഡലം നിലനിർത്തുന്നു. അങ്ങനെ 10 വർഷം CPIയുടെ കയ്യിലായിരുന്നു. ജനതാ പാർട്ടി 1977 താക്കൂർ പ്രസാദിലൂടെ മണ്ഡലം പിടിക്കുന്നു. അടുത്ത് രഞ്ജിത്ത് സിൻഹ 1980 വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. പിന്നീട് 85-ലും 90-ലും വിജയിച്ചത് രാമാനന്ദ് യാദവ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. 10 വർഷം സ്വതന്ത്ര MLA ആണ് ആ മണ്ഡലം ഭരിച്ചത്. എന്നാൽ 1995 ശേഷം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. 1995 മുതൽ ഇങ്ങോട്ട് BJP ആണ് ഈ മണ്ഡലം കൈവശം വച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെയും BJP ആണ് ആ മണ്ഡലം കൈവശം വെച്ചത്. ഇപ്പോഴത്തെ BJPയുടെ ദേശീയ അധ്യക്ഷൻ, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് MLA നിതിൻ നബിൻ്റെ അച്ഛൻ നബിൻ കിഷോർ സിൻഹയാണ് ആ മണ്ഡലം 95-ൽ BJPക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നത്. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു ആ മണ്ഡലത്തിൽ വിജയം കൊയ്തുകൊണ്ടിരുന്നത്. 95-ലും 2000-ലും 2005-ലും ഒക്കെ അദ്ദേഹം വിജയിച്ചു കയറി. എന്നാൽ 2005-ൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് മകൻ നിതിൻ നബിൻ മത്സരിക്കാനെത്തുന്നു. 2006-ൽ നിതിൻ നബീൻ 2006-ൽ ജയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നിതിൻ നബീൻ തന്നെയാണ് 2026 വരെയും മണ്ഡലത്തിൽ വിജയിച്ചത്. 2006-ൽ അദ്ദേഹം ജയിക്കുന്നു. പിന്നീട് അവിടുത്തെ ബൈ ഇലക്ഷൻ 2006-ൽ നടക്കുന്നു. പിന്നീട് നിയമസഭാ ഇലക്ഷൻ 2010-ലും 2015-ലും അതുപോലെ തന്നെ 2020-ലും 2025-ലുമൊക്കെ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീടാണ് 2026-ൽ അദ്ദേഹം ദേശീയ അധ്യക്ഷനായി, BJPയുടെ ദേശീയ അധ്യക്ഷനായി മാറുന്നതോടുകൂടി ആ മണ്ഡലത്തിൽ നിന്നും രാജിവെക്കുന്നു. പകരം BJPയുടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ബങ്കിപ്പൂർ മണ്ഡലത്തിൽ BJP തിരഞ്ഞെടുപ്പ് നയിക്കുന്നു. പക്ഷേ BJPക്ക് ആ മണ്ഡലം നഷ്ടമാകുന്നു. ഈ ഒരു ചരിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത് ബങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ അത് BJPക്ക് കേവലം ഒരു മണ്ഡലം മാത്രമായിരുന്നില്ല. പ്രത്യേകിച്ചും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, അവിടുത്തെ പരാജയം എന്ന് പറഞ്ഞാൽ നിതിൻ നബീൻ്റെ അച്ഛൻ്റെ കാലം മുതൽ അവർ കൈവശം വച്ചിരിക്കുന്ന, BJP കൈവശം വച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. രണ്ടാമത്തെ കാര്യം എന്നത് BJPയുടെ ദേശീയ അധ്യക്ഷൻ്റെ കോട്ടയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് പ്രശാന്ത് കിഷോർ എന്നുള്ളതാണ്. ദേശീയ അധ്യക്ഷനായി പരിഗണിക്കപ്പെടാൻ നിതിൻ നബീൻ ഏറ്റവും അധികം യോഗ്യത നേടിക്കൊടുത്തത് ഇലക്ഷൻ മാനേജ്മെൻറ്റാണ്. കാരണം അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം സ്വയം വിജയിക്കുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ചാർജ് കൊടുക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പാർട്ടി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് താരതമ്യേന പ്രായം കുറവായിരുന്നിട്ട് പോലും അണ്ണാമലയെ പോലെയുള്ള പ്രഗത്ഭരായ പല വ്യക്തികളെയും ആ സ്ഥാനത്ത് പരിഗണിച്ചിട്ട് പോലും ഈ നിതിൻ നബീനെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ ഇലക്ടോറൽ പെർഫോമൻസ് തന്നെയായിരുന്നു. എന്നാൽ ആ ഇലക്ടോറൽ പെർഫോമൻസിനാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. വർഷങ്ങളായി നിതിൻ നബീൻ കൈവശം വച്ചിരുന്ന സീറ്റ്, വർഷങ്ങളായി നിതിൻ നബീൻ്റെ അച്ഛൻ കൈവശം വച്ചിരുന്ന സീറ്റ്, അതാണ് ഇപ്പോൾ ജൻസൂരജ് പാർട്ടിക്ക് വേണ്ടി പ്രശാന്ത് കിഷോർ നേടിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രശാന്ത് കിഷോർ ഇന്ത്യയെ അറിയപ്പെടുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം ജൻസൂരജ് പാർട്ടി എന്ന പേരിൽ ബീഹാറിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ബീഹാറിൽ അതിനിടയിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജൻസൂരജ് പാർട്ടി മത്സരിച്ചിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റ് നിരാശയായിരുന്നു ഫലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജൻസൂരജ് പാർട്ടി മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിർണായകമാകുമെന്ന് പലരും വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ ഒട്ടുമിക്ക സീറ്റുകളിലും മത്സരിച്ചിട്ടും അവിടെ ജയിക്കാനായത് 2 സീറ്റുകളിൽ മാത്രമായിരുന്നു. അപ്പോഴും ജൻസൂരജ് പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രശാന്ത് കിഷോർ മത്സരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിനെ ജൻസൂരജ് പാർട്ടി അവസരമായി കാണുന്നു. അങ്ങനെയാണ് പ്രശാന്ത് കിഷോർ തന്നെ മത്സരിക്കുന്നു, ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. ഇത് BJPക്ക് വലിയ തകർച്ചയാണ്, അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം BJP ദേശീയ അധ്യക്ഷൻ്റെ മണ്ഡലം, അതോടൊപ്പം തന്നെ BJP 95 മുതൽ കൈവശം വച്ചിരിക്കുന്ന ഉരുക്കു കോട്ട, അതൊക്കെയാണ് ഇപ്പോൾ ജൻസൂരജിൻ്റെ പാർട്ടിയുടെ നേതാവ് ഈ പ്രശാന്ത് കിഷോർ ഇപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. കാരണം
കഴിഞ്ഞ വർഷമാണ് BJP ബീഹാറിൽ ഒരു വമ്പൻ വിജയം നേടിയത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കിയാണ് BJP അംഗത്തിനിറങ്ങിയത്. BJPയുടെ ഭരണം അവസാനിപ്പിക്കാനായി പ്രതിപക്ഷ ഇന്ത്യ മുന്നണി വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ രാഷ്ട്രീയ യാത്ര പോലും ബീഹാറിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് BJP വലിയ വമ്പൻ വിജയം തന്നെയാണ് അവിടെ നേടിയത്. BJPയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡും ചേർന്ന് അവിടെ ഒരു വലിയ വിജയം കൊയ്തു. നിതീഷ് കുമാർ തന്നെ അവിടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ ഈ ദിവസങ്ങൾക്ക് മുമ്പാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് BJPയുടെ ഒരു മുഖ്യമന്ത്രി അവിടെ വരുന്നത്. അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് BJPയെ ഞെട്ടിച്ചുകൊണ്ട് ബീഹാറിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം ജൻസൂരജ് പാർട്ടി നേടുന്നത്. അപ്പോഴും അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ RJDയോ കോൺഗ്രസോ അല്ല ഈ സീറ്റ് നേടിയത് എന്ന ഒരു ആശ്വാസം BJPക്കുണ്ട്. പ്രത്യേകിച്ചും ഈ ജൻസി പ്രക്ഷോഭം എന്ന് വിളിക്കുന്ന ജന്തർ മന്ദിറിലെ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ബങ്കിപ്പൂരിൽ തോറ്റത് BJPക്ക് വലിയ ക്ഷീണം രാഷ്ട്രീയമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായും 3 മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ 3-ൽ 2-ലും BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. മാത്രമല്ല ഇതിൽ ഒരു സീറ്റ്, അതായത് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഈ ഒരു സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, ഈ പറയുന്ന 3 മണ്ഡലങ്ങളും BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ബങ്കിപ്പൂർ ഉരുക്ക് കോട്ടയാണ്, ഗുജറാത്ത് ഉരുക്ക് കോട്ടയാണ്. മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അയോഗ്യത കാരണമാണ്, അദ്ദേഹം ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ട് പിന്നീട് കോടതി ശിക്ഷിച്ച് അയോഗ്യനാക്കപ്പെട്ട ഒരു മണ്ഡലത്തിലാണ് കോൺഗ്രസ് അവിടെ വീണ്ടും വിജയിച്ചു കയറിയത്. അത് BJPക്ക് ഒരു വലിയ പോരായ്മ തന്നെയാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 3 മണ്ഡലങ്ങളിലും ജയിക്കാമായിരുന്ന പാർട്ടി ഒരു മണ്ഡലത്തിൽ മാത്രം വിജയിക്കുന്നു, ഒരു ഉരുക്ക് കോട്ട നഷ്ടപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ ദൗർബല്യം മുതലെടുത്ത് അടിച്ചു കയറേണ്ട ഒരു സീറ്റ്, അതിൽ പരാജയം അല്ലെങ്കിൽ ആ വിജയം അടിയറ വയ്ക്കുന്നു. ഇതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പരിശോധനകൾക്ക് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ തുടക്കം കുറിക്കുകയാണ്. കാരണം ദേശീയ അധ്യക്ഷന്റെ മണ്ഡലമാണ് നഷ്ടപ്പെട്ടത്. ഘടകകക്ഷികൾ BJPക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ നടന്ന അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് ഈ പറയുന്നത് പോലെയുള്ള നീറ്റ് പരീക്ഷ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം ആളിക്കത്തിയത് ബീഹാറിലാണ് എന്നുകൂടി ഓർക്കണം. ബീഹാറിൽ ഒട്ടനവധി അക്രമ സംഭവങ്ങൾ ഈ സമരത്തിന്റെ പേരിലൊക്കെ ഉണ്ടായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പോലും BJP നിർത്തിയില്ല. അതായത് ദേശീയ അധ്യക്ഷൻ ഒഴിയുമ്പോൾ അവിടേക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണമായിരുന്നു. പക്ഷേ താരതമ്യേന ഒരു പുതുമുഖം, ഒരു യുവ നേതാവിനെയാണ് അവിടെ മത്സരിപ്പിച്ചത്. BJPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രപരമായ പിഴവായിരുന്നു അത് എന്ന് ഘടകകക്ഷികൾ പോലും വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തോൽവി പരിശോധിക്കാൻ ദേശീയ നേതൃത്വം അടക്കം ഇടപെടുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനയും.